സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്ത സമയത്ത് നെസ്നിക്ക് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് നെസ്നിയിൽ എനിക്ക് കാണുന്നത്. നെസ്നി സംസാരിക്കുന്നതിനകത്ത് നല്ല ഡിലേ ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ അഡ്മിഷന് പോകുന്ന സമയത്ത് അവർ പറഞ്ഞു ഐ കോണ്ടാക്റ്റ് കുട്ടിക്ക് തീരെ ഇല്ല എന്ന് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. ഇനി എന്ത് ചെയ്യും, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നൊരു ഭയങ്കര ടെൻഷൻ. അപ്പം അവിടുന്ന് ടീച്ചർ പറഞ്ഞു ഓട്ടിസം ആണോ നിങ്ങളുടെ കുട്ടിക്കെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. നെസ്നിയെ ഞാൻ നിംസ് സ്കൂളിൽ ചേർത്തു. നിംസ് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെന്നോട് പറഞ്ഞു ഒരു സൈക്കോളജി റിപ്പോർട്ട് വേണം. അപ്പോൾ സൈക്കോളജി റിപ്പോർട്ടിന് നിംസ് സ്കൂൾ അതിനെ റെഫർ ചെയ്തത് സീഡിൽ പോയാൽ മതി, ഇന്ന സാറിനെ കണ്ടാൽ മതി, അവിടെ പോയിട്ട് റിപ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞു. സബ്മിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ അറ്റ്മോസ്ഫിയർ ഭയങ്കര നല്ലതാണ്. എൻ്റെ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ അറ്റ്മോസ്ഫിയർ. എറിക്കം മാമോട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്ത സമയത്ത് നെസ്നിക്ക് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് നെസ്നിയിൽ എനിക്ക് കാണുന്നത്. ഓരോ തവണ ഓപ്പൺ ഹൗസിന് പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയും നെസ്നി ഡേ ബൈ ഡേ നമുക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഞങ്ങൾ ഇനി നെസ്നിനെ നോർമൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോർമൽ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കതാണ് ആഗ്രഹം, എൻ്റെ കുട്ടി നോർമൽ കുട്ടികളുടെ കൂടെ ഇരിക്കണം. അപ്പോൾ എന്നോട് ഓക്കെ മാമിൻ്റെ കൺസെൻറ്റ് ഫോം, അപ്പോൾ ഞാൻ കൺസെൻറ്റ് ഫോം സൈൻ ചെയ്ത് കൊടുത്തു.